പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൊള്ളയായി പോകാവുന്ന എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന പരമകാരുണികനായ തമ്പുരാനെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കടലിലെ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളിരുന്ന വഞ്ചി തിരമാലകളുടെ ശക്തിയിൽ ആടി ഉലഞ്ഞുകൊണ്ടിരുന്നു. വലിയൊരു ഉറക്കത്തിലേക്ക് ഞാൻ വീണുപോയിരുന്നു. ആ ഉറക്കത്തിൽ ഞാൻ കണ്ട പല കാഴ്ചകളും എൻ്റെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നില്ല, അത് യാഥാർത്ഥ്യങ്ങൾ തന്നെയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. പൊടുന്നു തന്നെ
ഞാൻ കണ്ണു തുറന്നപ്പോൾ ആ വഞ്ചിയിൽ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. പൂർണ്ണമായ ബോധ്യങ്ങളിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വീണ്ടും എൻ്റെ വലയിലേക്കും എൻ്റെ വഞ്ചിയിലേക്കും എൻ്റെ കൂട്ടുകാരോടൊപ്പം തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ പറയുന്നത് കേട്ടു, ഇത്ര നേരം വലയെറിഞ്ഞിട്ടും എന്തേ ഒരു മത്സ്യത്തെ പോലും നമുക്ക് കിട്ടാത്തതെന്ന്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചതിൻ്റെ ഭാരത്താൽ, ക്ഷീണത്താൽ തളർന്നുറങ്ങുന്ന ഈശോയുടെ ശിഷ്യന്മാരായ എൻ്റെ കൂട്ടുകാരെയും ആ വഞ്ചിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ കണ്ടു. അതെ, ഞാൻ തന്നെയാണ് പത്രോസ് എന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതെല്ലാം ആ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തിരമാലകളുടെ നടുവിൽ നിന്ന് ഞാൻ എൻ്റെ കൺമുൻപിൽ കണ്ടു. ഒരു പരിചാരികയുടെ മുൻപിൽ എൻ്റെ ദൈവത്തെ ഞാൻ തള്ളി പറഞ്ഞുകൊണ്ട്, അവനെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ വഞ്ചിയിലേക്കും എൻ്റെ വലകളിലേക്ക് ഞാൻ തിരിച്ചു വന്നു. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിനങ്ങളെ ഞാൻ ഓർത്ത് വിലപിച്ചു. ഇത്ര മനോഹരമായിട്ടുള്ള ദിനങ്ങളായിരുന്നു തമ്പുരാൻ്റെ കൂടെ. ഒരുമിച്ച് അപ്പം പങ്കുവെച്ചതും, ഒരുമിച്ച് കളിച്ചുല്ലസിച്ചതും, ഒരുമിച്ച് യാത്ര പോയതും, ഒരുമിച്ച് ഭക്ഷണത്തിൻ്റെ ഇരുന്നതും, കൺകുളിർക്കെ അത്ഭുതങ്ങൾ കണ്ടതൊക്കെ ഞാൻ ഓർത്തു. ഇനി അതില്ലല്ലോ എന്നുള്ള വേദനയിൽ അന്ന് കരഞ്ഞതിൻ്റെ ബാക്കി പാത്രമായി ആ വഞ്ചിയിൽ നിന്ന് ഞാൻ കരയാൻ തുടങ്ങി. എനിക്കെൻ്റെ ദൈവത്തെ നഷ്ടമായോ? ഞാൻ വീണ്ടും തകർച്ചയിലേക്ക് പോയോ? തകർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ ഞാൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നല്ല ദൈവത്തെ ഒരു പരിചാരകയുടെ മുൻപിൽ തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വീണ്ടും തകർച്ചയുടെ കൂമ്പാരങ്ങളിലേക്ക് വീണുപോയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? എൻ്റെ ജീവിതത്തിന് ഒരു വിലയുണ്ടോ? ഞാൻ നന്മയുള്ള ഒരു മനുഷ്യനാണോ എന്നുള്ള ചോദ്യങ്ങൾ എന്നെ അലട്ടുവാൻ തുടങ്ങി. എന്തിനാണെൻ ജന്മമെന്ന ചോദ്യമെൻ്റെ തോഴനാ, കണ്ണുനീർ മഴ തോർന്നിടാതെ പെയ്തിറങ്ങി മിഴികളിൽ. ആരുമില്ലെന്നോർത്തു ഞാൻ, എന്തു വേണം ദൈവമേ? ആരുമില്ലെന്നോർത്തു ഞാൻ, എന്തു വേണം ദൈവമേ? നീ എന്നെ കാണണമേ, കണ്ണീരുമായ്ക്കണമേ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാൻ. കടൽക്കരയിൽ നിന്നുകൊണ്ട് ഏതോ ഒരു മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വലത്തോട്ട് വലയെറിയുക എന്ന്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മത്സ്യത്തെ പോലും ലഭിക്കാത്ത എൻ്റെ ശിഷ്യന്മാർ പെട്ടെന്ന് തന്നെ ആ വ്യക്തി പറയുന്നത് കേട്ട് വലത്തോട്ട് വലയെറിയുന്നത് ഞാൻ കണ്ടു.
വീണ്ടും എവിടെയോ മങ്ങിപ്പോയ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു. അത്രയും നേരം ക്ഷീണഭാരത്താൽ മുഴുകിയിരുന്ന ശിഷ്യന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു. മുഖത്ത് സന്തോഷം അലയടിക്കാൻ തുടങ്ങി. അവരെല്ലാവരും ആർത്തു വിളിച്ചു, ഈ വല പൊക്കി കയറ്റാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന്. അവരുടെ നിലവിളികളൊക്കെ ആനന്ദമായിട്ട് മാറി. കൂട്ടത്തിൽ ഞാനും ചെന്ന് ആ വല പൊക്കി. എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം മത്സ്യങ്ങൾ ആ വലയിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അടുത്തു നിന്നുള്ളവരെല്ലാവരും ഞങ്ങളെ സഹായിക്കാൻ വന്നു. ആ വല നിറയെ മത്സ്യങ്ങൾ കയറി. ഞങ്ങളുടെ വഞ്ചി മുങ്ങുവോ എന്നുള്ള ഭയം വരെ ഞങ്ങൾക്ക് വന്നു തുടങ്ങി. അത്രമാത്രം അനുഗ്രഹമാകുന്ന മത്സ്യങ്ങൾ ഞങ്ങളുടെ വഞ്ചിയിലേക്ക് കയറി. ആരോ ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു, ആ നിൽക്കുന്നത് നമ്മുടെ തമ്പുരാനാണ്. മറ്റുള്ളവരെല്ലാം തള്ളി മാറ്റിയ കരയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് എന്റെ തമ്പുരാൻ തന്നെയാണ് ആ കടൽ തീരത്ത് എന്നെ കാത്തു നിൽക്കുന്നത്. ഞാൻ എന്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് കടലിലേക്ക് എടുത്ത് ചാടി. തമ്പുരാനെ, നിന്നെ നോക്കാൻ പോലും എനിക്ക് പറ്റാത്ത വിധം ഞാനൊരു തോൽവിയായിട്ട് മാറിയെന്ന് ഞാൻ മനസ്സിലാക്കി. നിന്റെ അത്ഭുതങ്ങൾ എത്രയോ കണ്ട മനുഷ്യനാണ് ഞാൻ. നിന്റെ ഒപ്പം എത്രയോ അപ്പം പങ്കുവച്ച മനുഷ്യനാണ് ഞാൻ. ആരൊക്കെ നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകില്ലെന്ന് വാക്ക് പറഞ്ഞ മനുഷ്യനാണ് ഞാൻ. നിനക്ക് വേണ്ടി മരിക്കാൻ വരെ സന്നദ്ധനാണെന്ന് എല്ലാവരുടെ മുൻപിൽ ഏറ്റുപറഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ പാതി വഴിയിൽ എൻ്റെ വാക്കുകളെല്ലാം പാഴ്വാക്കുകളായിട്ട് മാറി. നീ എന്നെ കൈകാട്ടി വിളിച്ചു. ഞാൻ പതിയെ ആ കടൽക്കരയിലേക്ക് നടന്ന് അടുത്തപ്പോൾ എരിയുന്ന കനലുകൾക്കുള്ളിൽ എനിക്കായി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന നിന്റെ പുതിയ സ്നേഹത്തെ ഞാൻ കണ്ടു, മനസ്സിലാക്കി. എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് നീ ആ എരിയുന്ന കനലിൻ്റെ ചുവട്ടിൽ എന്നെ കൊണ്ടുപോയിരുത്തി. ആ കനലുകളുടെ മുൻപിൽ ഞാൻ ഇരുന്നപ്പോ നിന്നെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളെ ഞാൻ ഓർത്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു തീക്കനലുകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഒരു പരിചാരകയുടെ വാക്കിന് മുൻപിൽ നിന്നെ തള്ളി പറഞ്ഞതെന്ന് ഞാനൊന്ന് ഓർത്തുപോയി. അന്നും ആ കനലുകൾ എരിഞ്ഞത് അവിടെയായിരുന്നില്ല, എൻ്റെ ഹൃദയത്തിലായിരുന്നു. ആ കനലുകൾ എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എരിയിച്ചു കൊണ്ടിരുന്നു. എൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. ഭയം കൊണ്ട് ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റു. നിനക്കായിട്ട് മരിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഭയം എന്നെ പിൻപോട്ട് വലിച്ചു. ആ സ്ത്രീ വീണ്ടും ചോദിക്കുന്നതിന് മുൻപ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പക്ഷെ വീണ്ടും അവളുടെ ചോദ്യം വന്നു, നീയും ആ മനുഷ്യന്റെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ? ഞാൻ പറഞ്ഞു, അല്ല. ആണെന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഭയം നിമിത്തം ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് കടന്ന് കർത്താവിനെ നിന്നെ ഞാൻ എത്തി നോക്കി. നീ പറഞ്ഞതുപോലെ കോഴി കൂവി. എനിക്ക് മനസ്സിലായി, ഞാൻ വാക്ക് പാലിക്കാത്ത, സ്നേഹത്തിന് വില നൽകാത്ത, എപ്പോഴും തകർന്നു പോകുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി. കർത്താവേ, എൻ്റെ തകർച്ചകളുടെ കൂമ്പാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എവിടെയൊക്കെയോ ഞാൻ തകർന്നു പോകുന്നുണ്ടോ, കർത്താവേ, എന്നെ കൂട്ടിച്ചേർക്കണമേ. എൻ്റെ ഹൃദയത്തെ തുന്നിപ്പിടിപ്പിക്കണമേ. ഉടഞ്ഞു പോകുന്ന മൺപാത്രമായ എന്നെ
വീണ്ടും അങ്ങ് വാർക്കണമേ എന്ന് ആ കനലിന്റെ മുൻപിലിരുന്ന് ഞാൻ വീണ്ടും കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. എന്നിലുണ്ടാക്കിയ ആഴത്തിന്റെ മുറിവുകള് കണ്ണുനീരായിട്ട് ആ തിബേരിയസ് കടൽ തീരത്ത് ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. ഏറെയകന്നിട്ടും കാത്തിരുന്നു നീ, രാവേറെ ചെന്നിട്ടും പാർത്തിരുന്നു. ഏറെയകന്നിട്ടും കാത്തിരുന്നു നീ, രാവേറെ ചെന്നിട്ടും പാർത്തിരുന്നു. നിന്നോടു ഞാൻ ചെയ്ത വാക്കുകളെല്ലാം പാഴ്വാക്കായി ഞാൻ ദൂർത്തനായി. നിന്നോടു ഞാൻ ചെയ്ത വാക്കുകളെല്ലാം പാഴ്വാക്കായി ഞാൻ ദൂർത്തനായി. എന്നിട്ടും പടിവാതിൽ ചാരിയിട്ടില്ല നീ, ഏതു സ്തുതിഗീതം പാടിടും ഞാൻ. എന്നിട്ടും പടിവാതിൽ ചാരിയിട്ടില്ല നീ, ഏതു സ്തുതിഗീതം പാടിടും ഞാൻ. ഒരിക്കലും എന്നെ പിരിയില്ലെന്നോതി അമ്മ മറന്നാലും ആരു വെറുത്താലും നീ എൻ്റെയോ മനയെന്നു ചൊല്ലി. ഇതുവരെ കാത്തൻ തമ്പുരാനേ, നിനക്കായി ഏതു ഗീതം പാടിടും ഞാൻ. ഒരിക്കലും എന്നെ പിരിയില്ലെന്നോതി കൈപിടിച്ചെന്നെ കൂടെ നടത്തി. എരിയുന്ന കനലിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഈശോയെ ഞാൻ പയ്യെ നോക്കി. അവൻ എന്നോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തെല്ലും വിഷമത്തോടുകൂടെ ഞാൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെയും അവൻ എന്നോട് ചോദിച്ചു, പത്രോസേ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തകർന്നടിഞ്ഞു പോയ എൻ്റെ വാക്കുകളും എൻ്റെ ജീവിതങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നനഞ്ഞ കണ്ണുകളോടുകൂടെ ഞാൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ ഇവരേക്കാൾ അധികമായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. വീണ്ടും അവൻ ചോദിച്ചു, പത്രോസേ, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
നനഞ്ഞൊഴുകുന്ന കണ്ണുകളിലൂടെ ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഇവരെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചോദ്യങ്ങളായിരുന്നു അത്. തകർന്നു പോയ എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയുന്ന ചോദ്യങ്ങളായിരുന്നു അത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 15-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ, തകർന്നു പോയ ഇടയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിൻ്റെ നാശനഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അവയെ പുതുക്കി പണിയും. കർത്താവേ, എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയണമേ, തകർന്നു പോയ എന്നെ വീണ്ടും വെച്ച് കെട്ടണമേ. നിന്റെ പുതിയ സ്നേഹം എൻ്റെ ജീവിതത്തിൽ നിറയട്ടെ. ആ കനലിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആ ചോദ്യം എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഓരോ ആവർത്തി തകർന്നു വീഴുമ്പോഴും, ഓരോ ആവർത്തി മുറിയപ്പെടുമ്പോഴും, ഓരോ ആവർത്തി പ്രിയരാൽ തള്ളിപ്പറയപ്പെടുമ്പോഴും, കണ്ണുനീരിനാൽ കുതിരുമ്പോഴും, കർത്താവെ, ഞാൻ ഏറ്റുപറയുന്നു, കർത്താവെ, നീ എല്ലാം അറിയുന്നു, ഇവയേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഇവയേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. നമുക്കെല്ലാവർക്കും തകർന്നു പോയ, തകർക്കപ്പെട്ട നമ്മുടെ ജീവിതങ്ങളെല്ലാം ഈ തിരുശരീരത്തോട് ചേർത്ത് വെച്ച്, ഈ അൾത്താരയോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരേ, മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മല